ആ ഒരു മുസ്ലിം നാമത്തിൽ നിന്നും ഹിന്ദുവായി മാറി. അങ്ങനെ ശ്രുതിയെ മാത്രമല്ല, ധാരാളം ആൾക്കാരെ ഈ 2025 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ മുഖാമുഖം കണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത് 8500-ലധികം ആൾക്കാരെയാണ്, യുവതി യുവാക്കളെയാണ്. 8500 എന്ന് പറയുമ്പോൾ നമ്മളൊരു മാജിക് വെച്ചിട്ട് കൊണ്ടുവന്നതല്ല, നേരിട്ട് സംസാരിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്. അത്രയും ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരാൾക്ക് തന്നെ എത്ര സമയം കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 6, 7, 8 വർഷം ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിച്ച് മതം മാറി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചുണ്ടാക്കുന്ന ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര സമയം, എത്ര ഊർജം, എത്ര മനുഷ്യപ്രയത്നം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ശ്രുതിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ എത്തി നിങ്ങളോട് സംവദിക്കേണ്ട ആ ശ്രുതി ഭട്ടിനെ കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തോട് നീതി പുലർത്തുന്നതാകും എന്ന് കരുതുന്നു. കാസർഗോഡ് ജില്ലയിലെ പെർള എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് ശ്രുതി ഭട്ട് ജനിക്കുന്നത്. അവിടെയുള്ള കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സപ്തഭാഷകളുടെ നഗരിയാണ്. 7 ഭാഷകൾ, ഇഷ്ടംപോലെ ഭാഷകൾ. ചിലപ്പോൾ നമ്മൾ കർണാടക ബോർഡർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് മലയാളവും കന്നഡയും നന്നായി വഴങ്ങും. അതുപോലെ അവരുടെ മാത്രമായ ചില ഭാഷകൾ. അവർ ഹവ്യക്ക ബ്രാഹ്മണ വിഭാഗത്തിൽ ജനിച്ച കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഹവ്യക്ക എന്നുള്ള ഭാഷയും തുളുവും അവർക്കറിയാം. പിന്നെ അവിടെയുള്ള കുറേ ഭാഷ, ഹിന്ദിയും ഇംഗ്ലീഷ് ഉൾപ്പെടെ 6-7 ഭാഷകളിൽ നല്ല അറിവുണ്ട്. ഇംഗ്ലീഷിൽ PG എടുത്തതിന് ശേഷം അവരൊരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു സമയത്താണ് അവർക്ക് ഇസ്ലാമിലേക്ക് മതം മാറിപ്പോയാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടാവുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ തോന്നലുണ്ടായത്? ശ്രുതിയുടെ ചെറിയ പ്രായത്തിലെ അനുഭവങ്ങൾ നോക്കുമ്പോൾ ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായിരുന്നു. ജനിച്ചത് ഒരു ബ്രാഹ്മണ സമുദായത്തിലായിരുന്നിട്ട് പോലും ആകെ ഉള്ള പരിചയം ടിവിയിൽ കാണുന്ന ചില പരിപാടികളാണ്. കോമേഴ്സ്യമായ സീരിയല് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സീരിയലുകളിലൂടെയൊക്കെയാണ് ഹിന്ദുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദേവീദേവന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി അറിഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങൾ അത് വീട്ടിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും അതിന് മറുപടി പ്രത്യേകിച്ച് കൊടുത്തില്ല. അത് അവരുടെ കുറ്റമല്ല, അവർക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. പറഞ്ഞു, ഉത്തരം കിട്ടാതെ വരണ സമയത്ത് പറഞ്ഞു, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ചോദ്യത്തിനെ അടച്ചു വെക്കാനോ ശ്രമിച്ചു, അടിച്ചമർത്താൻ ശ്രമിച്ചു. തുടരെയുള്ള ഈ ചോദ്യങ്ങൾ പിന്നീട് ശ്രുതി അവസാനിപ്പിച്ചു. ശ്രുതി ചോദ്യം അവസാനിപ്പിച്ചെങ്കിലും കൂട്ടത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കൂട്ടുകാരികൾ, നിരന്തരം ശ്രുതിയോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഹിന്ദുക്കൾക്ക് എത്ര ദൈവങ്ങളാണ്? ആരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി കേൾക്കും? ശിവനാണോ, ദേവിയാണോ, മഹാവിഷ്ണുവാണോ, അതോ ശ്രീകൃഷ്ണനാണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഗണപതി, അയ്യേ ഗണപതിയെ കുറിച്ചോ? മോശമല്ലേ? ആനത്തലയുള്ള ദൈവമുണ്ടോ? ഈ ചോദ്യം മാത്രം കേട്ടിട്ട് നിങ്ങൾ ആരും ഇവിടെ നിന്ന് പോകരുത്. കൊരങ്ങന്റെ മുഖമുള്ള ദൈവമുണ്ടോ? അതൊക്കെ ദൈവമാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ശ്രുതിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഉത്തരം പറയാൻ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹിന്ദുധർമ്മത്തോട് ഒരു അവജ്ഞയുണ്ടായി, ഒപ്പം ശ്രുതിക്ക് അപകർഷബോധവും ഉണ്ടായി. ആ സമയത്താണ് മുസ്ലിം കൂട്ടുകാരികൾ, കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പലയിടത്തും, കൂട്ടുകാരികൾ പതുക്കെ പറഞ്ഞു, നിങ്ങൾ കുറേ ദൈവങ്ങളെയൊക്കെ വിളിച്ച് അലയണ്ട, അതൊന്നും ദൈവമല്ല, ശരിക്കുള്ള ദൈവം ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതാരാണ്? ഇസ്ലാമിൻ്റെ ദൈവം, അള്ളാഹു. ഞാനതിനെക്കുറിച്ചൊന്നും വിശകലനം ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ സമ്മേളനത്തിൽ എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവും. എന്നാലും അള്ളാഹുവാണ് ഏകദൈവം. ആ അള്ളാഹുവിനെ പ്രാർത്ഥിക്കണം, അള്ളാഹുവിനെ തന്നെയാണ് 5 നേരം നിസ്കരിക്കേണ്ടത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പതുക്കെ വീട്ടിൽ ആരും അറിയാതെ നിസ്കരിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, പൂർണ്ണമായും ഇസ്ലാമിക വനിതയാവാതെ അള്ളാഹു ഈ നിസ്കാരമൊന്നും സ്വീകരിക്കില്ല. അങ്ങനെ ഒരിക്കൽ ശ്രുതി ഇസ്ലാമിക പഠന കേന്ദ്രത്തിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അവിടെ 1-2 ദിവസം താമസിക്കുകയും ചെയ്യും.
പൂർണ്ണമായി ഇസ്ലാമായി. 2 മാസത്തെ കോഴ്സിനാണ് പോയത്. വീട്ടുകാർ പോലീസിൽ പരാതി കൊടുക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടുപിടിക്കുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ശ്രുതി വരാൻ കൂട്ടാക്കിയില്ല, തിരിച്ചു വരാൻ. പക്ഷെ അന്ന് ശ്രുതിയെ തിരിച്ചു കൊണ്ടുവന്നത് ശ്രുതിയുടെ അമ്മയാണ്. ആ അമ്മയുടെ സാന്നിധ്യമാണ് ശ്രുതിയെ ശരിയായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത്. അമ്മ അന്ന് വീഴ്ത്തിയ കണ്ണുനീര്, അമ്മ അവിടെ ബോധശൂന്യായിട്ട് നിലംപതിച്ചപ്പോൾ ഉണ്ടായ ശ്രുതിക്കുണ്ടായ വിഷമമാണ് ഒരു ദിവസത്തേക്ക് വീട്ടിലേക്ക് വരാം എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചു പോരാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ശ്രുതിയുടെ കഥ മാത്രമല്ല, ആ ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അമ്മയുടെ കഥയും കൂടെയാണ് പറയുന്നത്. അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അച്ഛൻ വിചാരിച്ചാൽ പോലും ശ്രുതി വരില്ല, ഏട്ടന്മാർ വിചാരിച്ചാൽ ശ്രുതി വരില്ല. ആ അമ്മ സ്നേഹമയ്യായ അമ്മ ഇപ്പം മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഹർഷവിദ്യാ സമാജത്തിന്റെ ബാലരാമപുരം സ്ഥാപനത്തിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും ഉണ്ട്. ആ അമ്മയുടെ കരച്ചിലാണ് ശ്രുതിയെ ഒരു ദിവസത്തേക്ക് വീട്ടിലേക്ക് വരാൻ കൊണ്ടുവന്നത്. ഒരു ദിവസത്തേക്ക് വന്നതോടുകൂടി ശ്രുതിയെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ആ മതപഠന കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ശ്രുതിയെ പല സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി, പല കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോയി, ജ്യോതിഷികളുടെ അടുത്ത് കൊണ്ടുപോയി, മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോയി, പൂജാരികളുടെ അടുത്ത് കൊണ്ടുപോയി. അവർ പറഞ്ഞു ശ്രുതിക്ക് കൈവശം കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്തൊക്കെയോ വേപ്പുംപട്ടയോ എന്തൊക്കെയോ സാധനങ്ങൾ കലക്കി കൊടുത്ത് ശ്രുതിയെ കൊണ്ട് ഛർദ്ദിച്ച് കുടല് വരെ പുറത്തു വരുത്തി. ആ രീതിയിൽ ഛർദ്ദിപ്പിച്ചു. അതോടുകൂടി ശ്രുതിക്ക് ബാക്കിയുള്ളവരോട് വിരോധം കൂടി വന്നു. എന്ത് പോകൃതരെ കാണിക്കണം, ഇവർക്ക് കൈവശം കൊടുക്കുക എന്ന് പറയുമ്പോൾ കൈവശമല്ല, ഇത് തലയ്ക്കകത്ത് കയറിയ വിഷമായിരുന്നു, ആശയത്തിന്റെ വിഷമായിരുന്നു, മതഭ്രാന്തായിരുന്നു. അതിന്റെ പരിഹാരമാണോ വേണ്ടത്? പല സ്ഥാപനങ്ങളും കൊണ്ടുപോയി മടുത്ത് ഏറ്റവും അവസാനം ആർഷവിദ്യാ സമാജത്തിന്റെ തൃപ്പൂണിത്തുറ സെന്ററിലേക്ക് ശ്രുതിയെ കൊണ്ടുവരുന്നു. അവിടെ വന്ന് 1-2-3 ദിവസം കഴിഞ്ഞാണ് ആചാര്യനുമായിട്ട് കാണുന്നത്. ആചാര്യനുമായി ശ്രുതി സംസാരിക്കുന്നു. ആചാര്യനെ ശ്രുതി പ്രതീക്ഷിച്ചിരുന്നു. ആചാര്യനെ പ്രതീക്ഷിച്ചത് വളരെ വലിയ താടിയും മുടിയൊക്കെ ആയിട്ട് ഒരു സന്യാസ വേഷധാരിയായിട്ട് വരുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ആചാര്യനുമായി സംസാരിക്കുമ്പോൾ ശ്രുതിയോട് ആചാര്യൻ പറഞ്ഞു, ശ്രുതി ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ ശ്രുതിയല്ല, ഞാൻ റഹ്മത്താണ്. പേരുകൂടി മാറ്റിയിരുന്നു. ഞാൻ പറയുന്നത് തമാശയല്ല, സത്യം. അപ്പൊ ആചാര്യൻ പറഞ്ഞു, റഹ്മത്തായാലും ശ്രുതി ആയാലും ആരാണെങ്കിലും ഇരിക്കൂ. ഞാനിവിടെ ഇരിക്കുകയും അവിടെ നിൽക്കുകയും ചെയ്താൽ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? കുറച്ച് നല്ല കാര്യങ്ങൾ ആചാര്യൻ പറയുന്നു. വേദത്തെക്കുറിച്ചും ഉപനിഷത്തിനെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയപ്പോഴേ ശ്രുതി പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കണ്ട, ഈ ചെകുത്താന്റെ വചനങ്ങളൊന്നും കേൾക്കണ്ട. പിന്നീട് കേൾക്കണം, എനിക്ക് കേൾക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് മാത്രം, അള്ളാഹുവിനെ കുറിച്ച് മാത്രം, മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രം മതി എന്നാണ് ശ്രുതി പറഞ്ഞത്. അത് ശരിയായൊരു രീതിയല്ല. പക്ഷെ ആചാര്യൻ പറഞ്ഞു, ശരിയായ രീതിയല്ലെങ്കിലും ശ്രുതി പറഞ്ഞതിനെ മുഖവിലക്കെടുക്കുന്നു. ശരി, നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് തുടങ്ങാം. ശ്രുതി വായിച്ചിട്ടുള്ള ഖുറാൻ തന്നെ, ശ്രുതി ചിലപ്പോൾ ഒരു ഖുറാനായിരിക്കും കണ്ടേക്കുന്നത്. ആചാര്യൻ്റെ കയ്യിൽ ഡസൻ കണക്കിന് ഖുറാനുകൾ, ഹദീസുകളെല്ലാം ഉണ്ട്. അതെല്ലാം നീക്കി വെച്ചിട്ട് പറഞ്ഞു, ഏത് ഖുറാനാണ് ശ്രുതിക്ക് ഇഷ്ടമുള്ളത് അത് തിരഞ്ഞെടുത്തോളൂ. അതിലെ വാചകങ്ങൾ വായിക്കാൻ ആചാര്യൻ പറഞ്ഞു. ആചാര്യൻ വായിച്ചു കൊടുക്കുകയല്ല, ഈ വാചകങ്ങൾ വായിച്ചിട്ട് ഈ വാചകങ്ങളെ ഒന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ശ്രുതി ആദ്യമായി കണ്ണ് തുറന്ന് ഖുറാൻ വായിക്കുന്നത്. അതിനു മുമ്പ് വായിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം കണ്ണടച്ചായിരുന്നു. സത്യമാണ്, ശരിയാണെന്നാണ്. പക്ഷെ യുക്തിബോധത്തോടെ ആദ്യമായി ആചാര്യന്റെ മുമ്പിൽ നിന്ന് ആ ഖുറാന്റെ വാചകങ്ങൾ, ഹദീസിന്റെ വാചകങ്ങളും വായിച്ചതോടുകൂടി ശ്രുതി ഒന്ന് പതറിപ്പോയി. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് ഓരോ വാചകങ്ങളുടെ ശ്രുതിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ശ്രുതിയെ കുറേ ദിവസത്തെ കൗൺസിലിങ്ങിനും പഠനത്തിനു ശേഷം തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ശ്രുതി നേരത്തെ പറഞ്ഞ ആ ഒരു മുസ്ലിം നാമത്തിൽ നിന്നും ഹിന്ദുവായി മാറി. അങ്ങനെ ശ്രുതിയെ മാത്രമല്ല, ധാരാളം ആൾക്കാരെ ഈ 2025 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ മുഖാമുഖം കണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത് 8500-ലധികം ആൾക്കാരെയാണ്, യുവതി യുവാക്കളെയാണ്. 8500 എന്ന് പറയുമ്പോൾ
നമ്മളൊരു മാജിക്ക് കാണിച്ചിട്ട് കൊണ്ടുവന്നതല്ല, നേരിട്ട് സംസാരിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്. അത്രയും ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരാൾക്ക് തന്നെ എത്ര സമയം കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 6, 7, 8 വർഷം ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിച്ച് മതം മാറി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചുണ്ടാക്കുന്ന ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര സമയം, എത്ര ഊർജം, എത്ര മനുഷ്യപ്രയത്നം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ശ്രുതിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. ധാരാളം പേര് തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അവരെല്ലാം നമ്മുടെ ഭാഗമായിട്ട് നിന്നിട്ടില്ല. അവരവരുടെ വീട്ടിലേക്ക് പോയി അവർ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ കൂടുതൽ പഠനങ്ങളിലേക്ക് പോയി ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു. ശ്രുതി പക്ഷേ തൻ്റെ ഈ ഒരു തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇനിയൊരു അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീർ വീഴാൻ ഇടവരരുത്. അതുകൊണ്ട് ശ്രുതിയുടെ ജീവിതം സനാതനധർമ്മത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നീക്കിവെച്ചു. സനാതനധർമ്മത്തിന്റെ സംരക്ഷണത്തിനായി, പ്രചാരണത്തിനായി, അധ്യാപനത്തിനായി ശ്രുതി നീക്കിവെച്ചു. അങ്ങനെ ആർഷവിദ്യാ സമാജത്തിലെ ആദ്യത്തെ വനിതാ പ്രചാരകയായി ശ്രുതി മാറി. ആ ശ്രുതിയെ പോലെയുള്ളവരുടെ കരുത്തിലാണ് സ്ത്രീകളെ താമസിപ്പിച്ച് കൗൺസിൽ ചെയ്യാൻ ആർഷവിദ്യാ സമാജത്തിന് കഴിഞ്ഞത്. കാരണം കൗൺസിലിംഗ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം, സ്ത്രീകളായിരിക്കാം. അവിടെ വന്നിരിക്കുന്ന ഒരു കുട്ടി അല്പം ദേഷ്യം തോന്നി അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പുരുഷന്മാരായ ആൾക്കാർക്ക് അവിടെ നോക്കി നിൽക്കാനേ പറ്റൂ. എൻ്റെ മോളെ ഒന്ന് അകത്തേക്ക് കയറിപ്പോന്ന് പറയാം, താമ്പോടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വിരൽത്തുമ്പിൽ തോലും നമുക്ക് തൊടാൻ കഴിയില്ല. തൊട്ടാൽ അറിയാമല്ലോ, പീഡനമാണ്. ഇനി അതും കൂടെ നമുക്ക് അനുഭവിക്കാനുള്ളൂ, ബാക്കിയെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ശ്രുതി അടക്കമുള്ള നമ്മുടെ പ്രചാരികമാർക്ക് അവരെ ചേർത്ത് നിർത്താം, ഓടിപ്പോയാലും കൂട്ടത്തിൽ കൊണ്ടുവരാൻ കഴിയും. ആ ഒരു ബലത്തിലാണ് നമുക്ക് മറ്റുള്ളവരെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആ ശ്രുതിയായിരുന്നു ഇന്നിവിടെ പ്രസംഗിക്കേണ്ടത്. ശ്രുതി പ്രസംഗിക്കുമ്പോൾ ഈ കഥ മാത്രമല്ല, ശ്രുതിയുടെ അനുഭവത്തിലൂന്നിയ കാര്യമാണ് പറയുന്നത്. കേട്ടുകേൾവിയല്ല, സ്വന്തം അനുഭവ സാക്ഷ്യം. ആ അനുഭവ സാക്ഷ്യം വിവരിച്ചുകൊണ്ട് ശ്രുതി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഒരു പരാവർത്തനത്തിന്റെ കഥ എന്നുള്ളതാണ്. അത് 2017 പുറത്തിറങ്ങിയ പുസ്തകമാണ്. അതിന് ഇംഗ്ലീഷ് പരിഭാഷയും ഹിന്ദി പരിഭാഷയും അതുപോലെ കന്നഡയിലേക്കും മറാഠിയിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന പ്രചാരകന്മാരിൽ ഇതുപോലെ ശ്രുതിയെപ്പോലെ തന്നെ തിരിച്ചു വന്നൊരു കുട്ടിയാണ് കാസർഗോഡ് സ്വദേശിനിയായ ആതിരയും പുസ്തകം എഴുതിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കൺവെർഷന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ആതിരമാരെല്ലാം ഐഷയായി മാറും. ഐഷ ആരാണെന്നറിയാമോ? മുഹമ്മദ് നബി എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമിക പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഐഷ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അടുത്ത വിവാദം ഉണ്ടാവും. എന്തായാലും ചെറിയ പ്രായത്തിലെ വിവാഹം കഴിച്ചു. അത് മുസ്ലിം പണ്ഡിതന്മാർക്ക് തന്നെ തർക്കമുണ്ട്. ചിലർ പറയും 6 എന്ന് പറയും, ചിലർ 7 പറയും, 8 പറയും, 9 പറയും, 10 പറയും. 10ൽ ഏകദേശം നമുക്ക് നിർത്താം. അങ്ങനെ വിവാഹം കഴിച്ച ആളാണ് ഐഷ എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ ഐഷയുടെ പേരാണ് പലരും സ്വീകരിക്കുന്നത്. ആതിരമാരെല്ലാം ഐഷയായി മാറിയപ്പോൾ ആതിര ഒരു പുസ്തകം എഴുതി, ഞാൻ ഐഷയല്ല ആതിരയാണ്. ഇതാണ് ഒരു പുസ്തകം. ഞാൻ ആതിര എന്ന പേരിലാണ് പുസ്തകം ഇറക്കിയത്. ആ പുസ്തകത്തിന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷയും കന്നഡയിലേക്കുള്ള പരിഭാഷയും ഉണ്ട്. ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ക്രിസ്തുമതത്തിന്റെ ഭ്രാന്തിലേക്ക് മാറിപ്പോയ ഒരു പെൺകുട്ടി ശാന്തി കൃഷ്ണ, തൊടുപുഴ സ്വദേശിനിയാണ്. മാലിദ്വീപിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത് ഇരുന്ന ആ കുട്ടി നമ്മൾ അതുപോലെ തിരിച്ചു കൊണ്ടുവന്നു. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അവരുടെ 2ാമത്തെ ജന്മം എന്നർത്ഥത്തിൽ. പുനർജനി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടാതെ ആർഷവിദ്യാ സമാജത്തിൽ ഇതേവരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ അനുഭവങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള സന്തോഷ് ഗോപൻ എന്ന് പറഞ്ഞ ആൾ കേസരി വാരികയിൽ ഒരു ലേഖന പരമ്പര തയ്യാറാക്കിയിരുന്നു. കേരള സ്റ്റോറിക്ക് സാക്ഷ്യം വഹിക്കുന്ന ആർഷവിദ്യാ സമാജം എന്നായിരുന്നു ആ കഥയുടെ പേര്. കുറേ പേരുടെ അനുഭവങ്ങളുണ്ടായിരുന്നു. ആ പരമ്പര തീർന്നു കഴിഞ്ഞപ്പോൾ ആ പരമ്പരയും അതിൽ പരാമർശിക്കാത്ത മറ്റു പലരുടെ അനുഭവങ്ങളും കൂടെ ചേർത്തുകൊണ്ട് സന്തോഷ് ബോബൻജിയോടൊപ്പം ഞാനും കൂടി രചന വഹിച്ച ഒരു പുസ്തകമാണ് മതപരിവർത്തന തന്ത്രങ്ങളുടെ കേരള സ്റ്റോറി. ആ പുസ്തകം ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങുന്നത്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ ആചാര്യശ്രീ, നമ്മളുടെ സദ്ഗുരുവായിട്ടുള്ള ആചാര്യശ്രീ KR മനോജിയാണ് നമ്മുടെ ആർഷവിദ്യാ സമാജത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും സംസ്ഥാപനം നിർവഹിച്ച് അദ്ദേഹം രചിച്ച ഒരു പുസ്തകം 2-3 പതിപ്പ് ഇറങ്ങിയതാണ്. ഭാരത പ്രഭാവം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതൊരു വലിയ പഠന ഗവേഷണ ഗ്രന്ഥമാണ്.
അതിൻ്റെ റീപ്രിന്റിങ്ങിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയാണ് ആർഷവിദ്യാ സമാജത്തിൻ്റെ ചുരുക്കം. എന്നാൽ ആർഷവിദ്യാ സമാജത്തെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നത് ഇതൊരു കൗൺസിലിംഗ് സെന്റർ എന്ന് മാത്രമാണ്. ആർഷവിദ്യാ സമാജം കൗൺസിലിംഗ് സെന്റർ മാത്രമല്ല, അത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ മുതൽ ഓരോരുത്തരെയും പഠിപ്പിച്ചു കൊടുക്കുന്ന, സനാതന ധർമ്മത്തോടുള്ള 5 മഹാകർത്തവ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ്. സനാതന ധർമ്മം പഠിക്കുകയും അതുപോലെ നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ എന്തൊക്കെ പറയും? ആദ്യം അധ്യയനം പഠിക്കണം, രണ്ടാമത്തത് പഠിച്ച കാര്യങ്ങൾ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അനുഷ്ഠാനം. നമുക്ക് മാത്രമായി കുതുക്കിക്കളയരുത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അതിനെ പ്രചാരണം എന്ന് പറയും. പിന്നെ പഠിപ്പിക്കാൻ കഴിവുണ്ടാവുമ്പോൾ, ബോധ്യപ്പെടുമ്പോൾ, ആചാര്യൻ ബോധ്യമാവുമ്പോൾ പഠിപ്പിക്കാനും തയ്യാറാണ്, അധ്യാപനം. പിന്നെ സംരക്ഷിക്കുക, നമ്മുടെ നാടിനെ, സംസ്കാരത്തെ, സംസ്കൃതിയെ, ധർമ്മത്തെ, ജനതയെ, വിജ്ഞാനങ്ങളെ സംരക്ഷിക്കണം, അതിന് സംരക്ഷണം എന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഓരോ യുഗങ്ങളിലും അദ്ദേഹം അല്ലെങ്കിൽ മഹാത്മാക്കൾ അവതരിക്കുന്നത് ധർമ്മസംരക്ഷണത്തിനും കൂടിയാണ്. ഈ 5 മഹാകർത്തവ്യങ്ങളെ ശരിയായി പാലിക്കാൻ വേണ്ടിയാണ് ആർഷവിദ്യാ സമാജം അതുല്യമായ ചില കോഴ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നു. ആധ്യാത്മിക ശാസ്ത്രം എന്നതാണ് ആ കോഴ്സിന്റെ ഒന്നാമത്തെ കാര്യം. അതിൽ സനാതന ധർമ്മത്തെയും ഇതര മതങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ ഷോഡശ തത്വങ്ങളോടുകൂടിയ ആർഷയോഗവിദ്യ പഠിപ്പിക്കുന്നു. ഭാരതീയ സംസ്കൃതി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. 2500 വർഷം പഴക്കമുള്ള ദൈർഘ്യമേറിയ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഭാരതത്തിനുണ്ട്. ഇവിടെ ടീച്ചർമാരെല്ലാവരും ഉള്ളതാണ്. ഈ സദസ്സ് വളരെ അറിവുള്ള സദസ്സാണെന്ന് എനിക്കറിയാം. എനിക്ക് തെറ്റുപറ്റിയതല്ല. 2500 വർഷം പഴക്കമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇയാൾക്ക് പ്രാന്താണെന്ന് നമ്മൾ പറയാം. നമുക്കറിയാവുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു 150-200 വർഷം ഉള്ള ഒരു ചെറിയ പോരാട്ടമാണ്. പക്ഷെ നമ്മുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമരം ശരിക്കും തുടങ്ങുന്നത് ഭാരതത്തിന്റെ അതിർത്തി കയ്യേറ്റം തുടങ്ങിയ പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിൽ നിന്നാണ്. സൈറസിന് ഭാരതത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ല, ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്നത് ഡാരിയസ് മൂന്നാമൻ. അതിനുശേഷമാണ് വലിയൊരു ആക്രമണം ഭാരതത്തിലേക്ക് BCE 325-26 കാലഘട്ടത്തിൽ അലക്സാണ്ടർ നടത്തുന്നത്. അതുമുതലുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്ക് പ്രബലമായിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം മാത്രമല്ല, നവോത്ഥാന ചരിത്രവും സാംസ്കാരിക ചരിത്രവും നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴേ സ്വാഭിമാനിയായ ഭാരതീയനായി, സ്വാഭിമാനിയായ ഒരു ഹിന്ദുവായി തീരാൻ കഴിയൂ. നമ്മൾ പക്ഷേ നിർഭാഗ്യവശാൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിക്കുന്ന ചരിത്രം നമ്മളെ എല്ലാം കീഴടക്കാൻ വന്നവർ മഹാത്മാക്കളാണെന്നാണ്. അലക്സാണ്ടർ നമുക്ക് എങ്ങനെയാണ് ഗ്രേറ്റ് ആവുന്നത്? ഭാരതത്തിന്റെ പ്രദേശം പിടിച്ചെടുക്കാൻ വന്ന അലക്സാണ്ടർ എങ്ങനെയാണ് നമുക്ക് ഗ്രേറ്റ് ആവുന്നത്? നമുക്ക് ഗ്രേറ്റ് അല്ല. അക്ബർ എങ്ങനെയാണ് നമുക്ക് ഗ്രേറ്റ് ആവുന്നത്? ഓരോന്ന് ചോദിക്കാനുണ്ട്, നമുക്ക് എന്തോ ആകട്ടെ. അങ്ങനെയുള്ള ഒരു വ്യക്തമായ ചരിത്രം, തെളിവുകളോടുകൂടി ഭാരതീയ സംസ്കൃതിയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം എന്നാണ്. അതിന് മാത്രമാണ് നമ്മളൊരു ഇംഗ്ലീഷ് പേരിട്ടേക്കുന്നത്. ശരിക്കുള്ള അതിൻ്റെ പേര് വിദ്യാർത്ഥി നൈപുണ്യ വർഗം എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ എന്തോ ഒരു പ്രോഗ്രാമാണ് എന്ന് കരുതി കുട്ടികളെ വിടാത്തവരാണ് ഭൂരിപക്ഷം ഹിന്ദുക്കൾ. അതുകൊണ്ട് സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം കുഴപ്പമില്ല. സ്റ്റുഡൻസ് നല്ലതാണ്, എക്സലൻസ് നല്ലതാണ്, പ്രോഗ്രാം നല്ലതാണ്, അതുകൊണ്ട് വിടും. ആ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് ലക്ഷ്യബോധം നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ ആരായിത്തീരണം, എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ആ കാര്യങ്ങൾ കൊടുക്കും. ആത്മഹത്യാ പ്രവണതകൾ കുട്ടികൾക്കുള്ളത് കഴിഞ്ഞ ദിവസത്തെ പത്രം വായിച്ചാൽ അറിയാം. ഒരു വീട്ടിൽ തന്നെയുള്ള 3 കുട്ടികൾ ഒന്നിച്ച് മരിക്കുന്നു. ചില ഗെയിമുകൾ ഉണ്ടാവും, ഓൺലൈൻ ഗെയിമുകളൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മരിക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല, പ്രതീക്ഷയില്ല. അതുപോലെ ലഹരികളുടെ പിടിയിലാണ് നമ്മുടെ യുവതലമുറ. അതിൽ നിന്നും അവർ മാറ്റണം. ഇതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണ്. ഒപ്പം ഓരോ വിഷയങ്ങളും എങ്ങനെ പഠിക്കണം, പഠനത്തിന്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഓർമ്മശക്തി വികസനത്തിന് എന്തെല്ലാം ചെയ്യണം, IQവും EQവും ശരിയായ വിധത്തിൽ വികസിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതെല്ലാം സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യും. ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത്. എവിടെയും സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. 50-100 കുട്ടികൾ ഉണ്ടെങ്കിൽ
ഒരു 3 ദിവസത്തെ പ്രോഗ്രാമായിട്ടോ 7 ദിവസത്തെ പ്രോഗ്രാമായിട്ടോ 10 ദിവസത്തെ പ്രോഗ്രാമായിട്ടോ സംഘടിപ്പിക്കാൻ തയ്യാറാണ്. അതിന് കുട്ടികളെ നിങ്ങൾ തയ്യാറാക്കുമെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ, ആ ക്യാമ്പ് എടുക്കുവാൻ തയ്യാറാണ്. അതുകൂടാതെ ആർഷവിദ്യാസമാജ് സംഘടിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ഫ്രീ ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ക്യാമ്പുകളാവട്ടെ ക്ലാസ്സുകളാവട്ടെ അത് നിങ്ങൾക്ക് താമസ സൗകര്യവും ഭക്ഷണ സൗകര്യത്തോടുകൂടി ക്യാമ്പ് ഫീ പോലും മേടിക്കാതെയാണ് പഠിപ്പിക്കുന്നത്. ഇനി ഓൺലൈൻ ക്ലാസ് ആവട്ടെ അതിലും പങ്കെടുക്കാം. ഇതൊക്കെ ആർഷവിദ്യാസമാജത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്.